എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ വീക്ക്ലി പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. കഴിഞ്ഞ ആഴ്ച മുതൽ ട്രംപിൻ്റെ താരിഫ് അനൗൺസ്മെൻറ്റുകളും അതുപോലെ തന്നെ മറ്റ് അനൗൺസ്മെൻറ്റുകളെല്ലാം തന്നെ അമേരിക്കൻ മാർക്കറ്റിൽ അതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അമേരിക്കൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ വീക്ക് ടു വീക്ക് വളരെ വീക്കായിട്ടാണ് കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഡൗ ജോൺസ് ഇൻഡെക്സ് 2.51%, അതുപോലെ തന്നെ നാസ്ഡാക്ക് 2.51%, S&P 500 1.65%, റസൽ 2000 3.71% ഒക്കെയാണ് വീക്ക് ടു വീക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ ടെക്നോളജി സ്റ്റോക്കുകളും വീക്കാണ്. ഒപ്പം ആലിബാബ ADR, ചൈനീസ് കമ്പനിയുടെ ADR മാത്രമാണ് കഴിഞ്ഞ ആഴ്ചയിൽ പുതിയ ഹൈയിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. വെള്ളിയാഴ്ചയും 5.72% ആയിരുന്നു ആലിബാബ ADRൻ്റെ ഗെയിൻ. പൊതുവെ നോക്കുകയാണെങ്കിൽ US സ്റ്റോക്കുകളെല്ലാം തന്നെ വീക്കായിട്ടാണ് കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം വളരെ വീക്കായിട്ടുള്ള കൺസ്യൂമർ സെൻറ്റിമെൻറ്റ് ഡാറ്റ, അതുപോലെ തന്നെ പർച്ചേസ് മാനേജേഴ്സ് ഇൻഡെക്സ് ഡാറ്റയൊക്കെയാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. ഒപ്പം ട്രംപിൻ്റെ മെഷേഴ്സ് പൊതുവെ അമേരിക്കൻ കോർപ്പറേറ്റുകൾക്ക്, പ്രത്യേകിച്ച് MSME സെക്ടറിനൊക്കെ വളരെ നെഗറ്റീവ് ആവണം എന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ട്. ഒപ്പം ഹെഡ്ജ് ഫണ്ടുകൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് മാഗ്നിഫിസൻറ്റ് 7 കമ്പനികളിലാണ്. അവരുടെ ലോങ് പൊസിഷൻസ് എല്ലാം തന്നെ ഈ കമ്പനികളിൽ ഹെഡ്ജ് ഫണ്ടുകൾ കുറച്ച് തുടങ്ങിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയുണ്ട്. കഴിഞ്ഞ ആഴ്ച ഓവറോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഗ്രോസ് അസറ്റ് ഇൻഫ്ലോ അമേരിക്കൻ ETF-കളിലേക്ക് വന്നിരിക്കുന്നത് $155 ബില്യൺ ആണ്. ഇത് റെക്കോർഡ് ഫിഗറൊക്കെ തന്നെയാണ്. എന്നിരുന്നാലും അമേരിക്കൻ ടെക് ഫണ്ടുകളിലൊക്കെ ഒരു സെല്ലിംഗ് പ്രഷർ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ S&P 500 ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ സെഗ്മെൻറ്റിൽ ഷോർട്ട് ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപ്പിൻ്റെ 2% വാല്യൂ ഉള്ള ഷോർട്ട് പൊസിഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന റിപ്പോർട്ടുകളുണ്ട്. ഇത് 2022 ശേഷമുള്ള ഹയസ്റ്റ് ഷോർട്ട് പൊസിഷൻ ക്രിയേഷനാണ്. ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റും അമേരിക്കൻ മാർക്കറ്റുകളിൽ അടുത്ത ദിവസങ്ങളിൽ കാണാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. അപ്പോൾ ഓവറോൾ ന്യൂസ് ഫ്ലോസ് ട്രംപിൻ്റെ അനൗൺസ്മെൻറ്റുകൾ അമേരിക്കൻ കോർപ്പറേറ്റുകൾക്കും നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ്. അതോടൊപ്പം തന്നെ ചൈനയിൽ നിന്ന് വന്നിരിക്കുന്ന ന്യൂസ്, അതായത് വുഹാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി കൊറോണ റിലേറ്റഡ് ലാബ് ടെസ്റ്റിംഗ് നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവർ പുതിയൊരു വൈറസും കൂടി കണ്ടുപിടിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് കൂടി കഴിഞ്ഞ ആഴ്ചയിൽ അമേരിക്കൻ മാർക്കറ്റുകളിൽ വെള്ളിയാഴ്ച ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരുന്നു. ആ ദിവസം വാക്സിൻ മാനുഫാക്ചറിങ് മെഡിക്കൽ കമ്പനികളെല്ലാം തന്നെ 6-7% മുന്നേറിയിരുന്നു. പക്ഷേ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ ഒരു ഇൻവെൻഷൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്ന് മാത്രമാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് ഒക്കെ വീക്ക് സെൻറ്റിമെൻ്റ് ഉള്ള സമയത്ത് വരികയാണെങ്കിൽ അതിൻ്റേതായ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ മാർക്കറ്റിൽ ഉണ്ടാക്കിയേക്കാം. ആ ഒരു ഇമ്പാക്റ്റാണ് വെള്ളിയാഴ്ച നമ്മൾ അമേരിക്കൻ മാർക്കറ്റിൽ കണ്ടത്. അതോടൊപ്പം തന്നെ ഡോളർ വീണ്ടും താഴെ വന്നു തുടങ്ങിയിരിക്കുന്നു. മറ്റ് എമർജിങ് കറൻസികൾക്കും അതുപോലെ തന്നെ മറ്റ് കറൻസികൾക്കും എഗൻസ്റ്റ് ആയിട്ട് ഡോളർ വീണ്ടും വീക്കൻ ചെയ്തു തുടങ്ങിയിരിക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും എമർജിങ് മാർക്കറ്റുകളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. കാരണം S&P 500 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന അറൗണ്ട് 21 പ്രൈസ് ഏർണിംഗ് റേഷ്യോയിലാണ്. അതേസമയം ചൈന എമർജിങ് മാർക്കറ്റ് ഇൻഡെക്സ് ഒക്കെ ട്രേഡ് ചെയ്യുന്നത്, MSCI ഇൻഡെക്സ് ഒക്കെ ട്രേഡ് ചെയ്യുന്നത് 15 PE-യിലാണ്. തീർച്ചയായിട്ടും വളരെ വാല്യുവേഷൻ ഗ്യാപ്പൊക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഫോറിൻ ഫണ്ടുകൾ കഴിഞ്ഞ ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും എമർജിങ് മാർക്കറ്റുകളിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് മാറ്റുന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച ചൈനീസ് മാർക്കറ്റുകൾ അറൗണ്ട് 1.8% ഗെയിനാണ് നേടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഡീപ് സീക്കിന് ശേഷമുള്ള ടെക്നോളജി ഫണ്ടുകളുടെ റാലി തന്നെയാണ് ചൈനയിൽ ഇത്തരത്തിലുള്ള ഗെയിനിന് കാരണമാക്കിയിട്ടുള്ളത്. അടുത്ത ദിവസങ്ങളിലും ഈ ഗെയിൻ കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. കാരണം മാർച്ച് 1-2 വീക്കിലൊക്കെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മീറ്റിങ്ങും ഗവൺമെൻറ് മീറ്റിങ്ങുകളൊക്കെ ഉണ്ട്. ചൈനീസ് എക്കണോമിനെ പ്രോപ്പപ്പ് ചെയ്യാനുള്ള പല മെഷേഴ്സ് എടുക്കാനുള്ള സാധ്യതകളുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പോസിറ്റീവ് റിയാക്ഷൻ മെറ്റൽ സ്റ്റോക്കുകളിൽ ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. കോപ്പർ, അലുമിനിയം, സിങ്ക് ഇത്തരത്തിലുള്ള മെറ്റലുകളൊക്കെ മുന്നേറുകയാണ് ഗ്ലോബലി. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ നമുക്ക് കണ്ടേക്കാം. നമ്മുടെ മെറ്റൽ സെഗ്മെൻറ്റിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റം കാണാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ചൈനീസ് മാർക്കറ്റുകൾ റിക്കവറി നേടുകയാണെങ്കിൽ
അതോടൊപ്പം തന്നെ വാറൻ ബഫറ്റ് പറഞ്ഞിരിക്കുന്ന അദ്ദേഹം ജാപ്പനീസ് കമ്പനികളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടാൻ തീരുമാനിച്ചിരിക്കുന്ന എന്നുള്ളൊരു റിപ്പോർട്ടാണ്. തീർച്ചയായിട്ടും മിത്സുബിഷി കോർപ്പറേഷൻ, മിത്സുയി കമ്പനി, അതുപോലെ തന്നെ ഇട്ടോച്ചു കോർപ്പ്, സുമിതാമ കോർപ്പ്, മരുബൈനി കോർപ്പ്, ഇത്തരത്തിലുള്ള ജാപ്പനീസ് കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. പൊതുവെ ജാപ്പനീസ് മാർക്കറ്റുകൾക്ക് ഈ ന്യൂസ് പോസിറ്റീവാണ്. തിങ്കളാഴ്ച ജാപ്പനീസ് മാർക്കറ്റുകൾക്ക് അവധിയാണ്. ചൊവ്വാഴ്ച ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഇതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നമുക്ക് ജാപ്പനീസ് മാർക്കറ്റിൽ കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ എമർജിംഗ് പോർട്ട്ഫോളിയോ റിസർച്ച് പറയുന്നത് ഗ്ലോബലി നോക്കുകയാണെങ്കിൽ മിക്സഡ് ഫണ്ട് ഇൻഫ്ലോ ഔട്ട്ഫ്ലോ ന്യൂസുകളാണ്. എന്നിരുന്നാലും കൂടുതൽ ഫണ്ടുകൾ ഫേവർ ചെയ്തിരിക്കുന്നത് ഇൻഫ്രാസ്ട്രക്ചർ, ടെലികോം, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽസ്, യൂട്ടിലിറ്റീസ്, കൺസ്ട്രക്ഷൻ സെക്ടറിലുള്ള സ്റ്റോക്കുകളിലാണ്. ഈ സെക്ടറിലുള്ള സ്റ്റോക്കുകളാണ് ഗ്ലോബൽ ഫണ്ട് മാനേജേഴ്സ് ബൈ ചെയ്ത് തുടങ്ങിയിരിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. പൊതുവേ ഇത് ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്കുകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അതോടൊപ്പം തന്നെ ട്രംപിൻ്റെ പുതിയ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. ട്രംപ് പറയുന്നത് പുതിയ ഷിപ്പിംഗ് ഫീസ് ചൈനീസ് ഷിപ്പുകളിന്മേൽ ഏർപ്പെടുത്തുന്നതാണ് പറയുന്നത്. ഇപ്പോൾ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ചൈനയാണ് ഗ്ലോബൽ കണ്ടെയ്നർ ഷിപ്പിങ്ങിലൊക്കെ മുന്നിട്ട് നിൽക്കുന്ന രാജ്യം. 95% സപ്ലൈ കണ്ടെയ്നർ ഷിപ്പുകളിലേക്ക് ചൈനയാണ്. അതുപോലെ തന്നെ കമേഴ്സ്യൽ ഷിപ്പുകൾ ഉണ്ടാക്കുന്നതിൽ മുന്നിട്ട് നിൽക്കുന്നത് ചൈനയാണ്. 65% കമേഴ്സ്യൽ മെർച്ചൻ്റ് ഷിപ്പുകൾ ചൈന മാനുഫാക്ചർ ചെയ്യുന്നത്. നമ്മൾ വാർഷിപ്പുകൾ നോക്കുകയാണെങ്കിൽ US ആണ് മുന്നിട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ ക്രൂയിസ് ഷിപ്പുകൾ നോക്കുകയാണെങ്കിൽ യൂറോപ്പൊക്കെയാണ്. പക്ഷേ മെർച്ചൻ്റ് ഷിപ്പുകൾ ഉണ്ടാക്കുന്നത് ചൈനയാണ്. ചൈനയും കൊറിയയും അതുപോലെ തന്നെ സൗത്ത് കൊറിയയും ജപ്പാനും കൂടി അറൗണ്ട് 90% ആണ് മാർക്കറ്റ് ഷെയർ ഉള്ളത് കമേഴ്സ്യൽ മെർച്ചൻ്റ് ഷിപ്പ് ബിൽഡിങ്ങിൽ. തീർച്ചയായിട്ടും ചൈനയുടെ പ്രോമിനൻസ് കുറയ്ക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഒരു പക്ഷേ അടുത്ത മാസങ്ങളിലും വർഷങ്ങളിലൊക്കെ കണ്ടേക്കാം. ചൈനീസ് കമ്പനികളിൽ മേൽ വലിയ രീതിയിലുള്ള ഡ്യൂട്ടി വരികയാണെങ്കിൽ ഷിപ്പ് ബിൽഡിങ്ങിൽ ഏർപ്പെട്ടിട്ടുള്ള മറ്റ് രാജ്യങ്ങളിലെ ഷിപ്പിംഗ് കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. പ്രത്യേകിച്ച് സൗത്ത് കൊറിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങളിലുള്ള ഷിപ്പ് ബിൽഡിംഗ് കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവ്. പക്ഷേ ഈ ന്യൂസ് വളരെ നെഗറ്റീവാണ് അമേരിക്കൻ കോർപ്പറേറ്റുകൾക്കും അതുപോലെ തന്നെ റീറ്റെയിലേഴ്സിനും ഒക്കെ. തീർച്ചയായിട്ടും ചൈന തന്നെയാണ് ഏറ്റവും കൂടുതൽ ഷിപ്പിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ രംഗത്ത് ചൈനയുടെ പ്രോമിനൻസ് കുറയുകയാണെങ്കിൽ, ഡ്യൂട്ടി വരികയാണെങ്കിൽ ആ ഡ്യൂട്ടിയൊക്കെ ഒരു പക്ഷേ ഷിപ്പിംഗ് കമ്പനികൾ കസ്റ്റമേഴ്സിന് പാസ് ഓൺ ചെയ്യും, വെൻഡേഴ്സിന് പാസ് ഓൺ ചെയ്യും. അതായത് വെൻഡേഴ്സ് കസ്റ്റമേഴ്സിനും പാസ് ഓൺ ചെയ്തേക്കാം. അപ്പോൾ തീർച്ചയായിട്ടും അമേരിക്കയിലൊരു പ്രൈസ് റൈസ് അതിന് കാരണമാക്കുന്നൊരു ഡിസിഷനും കൂടി തന്നെയാണ് ട്രംപിൻ്റെ ഈ ന്യൂസൊക്കെ. തീർച്ചയായിട്ടും അതിൻ്റേതായ ഇമ്പാക്റ്റൊക്കെ വീണ്ടും അമേരിക്കൻ മാർക്കറ്റിലും മറ്റു മാർക്കറ്റുകളിലൊക്കെ കാണാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ നാളെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരു വീക്ക് ഓപ്പണിംഗ് തന്നെയാണ്. കാരണം നമ്മുടെ നിഫ്റ്റി ക്ലോസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അറൗണ്ട് 150 പോയിൻറ്റ്സ് നിഫ്റ്റി താഴെ ഓപ്പൺ ചെയ്തേക്കാം. പക്ഷേ അതിനു മുമ്പ് എമർജിംഗ് മാർക്കറ്റുകളിലേക്കുള്ള ഫണ്ട് ഫ്ലോ സംബന്ധിച്ചുള്ള പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് വരിക, അതുപോലെ തന്നെ മറ്റ് പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉണ്ടായി ഏഷ്യൻ മാർക്കറ്റുകളൊക്കെ റാലി നടത്തുകയാണെങ്കിൽ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള വലിയ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. മറിച്ച് ഏഷ്യൻ മാർക്കറ്റുകൾ വീക്ക് ഓപ്പണിംഗ് ആണ്, വലിയ രീതിയിൽ സെല്ലിംഗ് പ്രഷറാണ് ഏഷ്യൻ മാർക്കറ്റിലുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റിൽ വീണ്ടും ഒരു പെയിൻ വരാനുള്ള സാധ്യതകളാണ്. കഴിഞ്ഞ ആഴ്ചയിലത്തെ നമ്മൾ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു വീക്ക് സെൻറ്റിമെൻറ്റ് കണ്ടിന്യൂ എന്നുള്ള കാര്യം. പക്ഷേ ഇൻ ബിറ്റ്വീൻ നിഫ്റ്റി, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് ഇൻഡെക്സുകളെല്ലാം തന്നെ മുന്നേറിയ ഒരാഴ്ചയായിരുന്നു. അതോടൊപ്പം തന്നെ നിഫ്റ്റി, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പിലുള്ള നല്ല മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് കമ്പനികളൊക്കെ നല്ല റിക്കവറി നടത്തിയിട്ടുള്ള ഒരാഴ്ചയും കൂടിയായിരുന്നു. പക്ഷേ വെള്ളിയാഴ്ച ഈ റിക്കവറിയുടെ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടായില്ല. കാരണം വ്യാഴാഴ്ച അമേരിക്കൻ മാർക്കറ്റിലുണ്ടാക്കിയ സെൽ ഓഫ് ഇന്ത്യൻ മാർക്കറ്റിനെയും ബാധിച്ചിരിക്കുകയാണ്. ഓവറോൾ നമ്മളൊരു സെൻറ്റിമെൻറ്റ് ഓൾമോസ്റ്റ് ഒരു കൺസോൾട്ടേഷൻ മോഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഗ്ലോബൽ ഫാക്ടേഴ്സ് മാത്രമാണ് നമ്മളെ സംബന്ധിച്ച് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ്. അതോടൊപ്പം തന്നെ പല സ്റ്റോക്കുകളും മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് ഓഹരികളൊക്കെ ട്രേഡ് ചെയ്യുന്നത് പീക്കിൽ നിന്ന് 50-60% താഴെയൊക്കെയാണ്. അതിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ് എന്ത് തന്നെയായാലും നമ്മുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ
ഇടയിലുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വളരെ സ്ലോ ഡിസിഷനാണ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ കോപ്പർ, അതുപോലെ തന്നെ സിങ്ക്, അലുമിനിയം ഒക്കെ മുന്നേറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് ചൈനീസ് റിക്കവറി ന്യൂസിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആണ്. പക്ഷെ ഗോൾഡ് നോക്കുകയാണെങ്കിൽ വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. $2,953.2 പെർ ഔൺസ് ആണ് ഏപ്രിൽ ഫ്യൂച്ചേഴ്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം $2,936 പെർ ഔൺസ് ആണ് സ്പോട്ട് ഗോൾഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗോൾഡിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഒക്കെ ഉണ്ട്. എന്നിരുന്നാലും റീസെൻറ്റ് റാലി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു കൺസോൾട്ടേഷൻ മോഡിനെ തന്നെയാണ്. വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ ഡാറ്റ കഴിഞ്ഞ തിങ്കളാഴ്ച പുറത്തു വന്നിരുന്നു. പുതിയ റിവൈസ്ഡ് ഡാറ്റയാണ്. ഡിസംബർ 31, 2024 വെച്ചിട്ടുള്ള ഡാറ്റയാണ്. ആ ഡാറ്റ വെച്ച് നോക്കുകയാണെങ്കിൽ ഗ്ലോബലി ഇപ്പോൾ ടോട്ടൽ മൈൻ ചെയ്ത് എടുത്തിട്ടുള്ള ഗോൾഡ് ഈ 2,16,265.4 ടൺ ഗോൾഡാണ്. അതുപോലെ തന്നെ ഈ ഗോൾഡിൽ 45% യൂസ് ചെയ്തിരിക്കുന്ന ജ്വല്ലറിയിലാണ്. 97,149.4 ടൺ ഗോൾഡ് ജ്വല്ലറി ഫോമിലാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഗോൾഡ് ബാറുകൾ, കോയിൻസ്, അതുപോലെ തന്നെ ETF ഹോൾഡിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ 48,633.7 ടണ്ണാണ്. അതുപോലെ തന്നെ സെൻട്രൽ ബാങ്കുകൾ ഹോൾഡ് ചെയ്യുന്നത് 37,754.8 ടണ്ണാണ്. മറ്റ് പർപ്പസുകൾക്ക് യൂസ് ചെയ്യുന്നത് 32,727.5 ടണ്ണാണ്. ഇതൊക്കെ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 2,16,265.4 ടണ്ണായി. ഇനി ഇതുവരെ പ്രൂവൺ റിസർവ് ആയിട്ട് ഭൂമിയുടെ അടിയിലുള്ളത്, അതായത് ഇനി നമുക്ക് മൈൻ ചെയ്തെടുക്കാനായിട്ട് എക്കണോമിക്കലി ബെനിഫിഷ്യൽ ആയിട്ടുള്ള രീതിയിൽ കൂടെ മൈൻ ചെയ്തെടുക്കാനായിട്ടുള്ളത് 54,770 ടൺ മാത്രമേ ഉള്ളൂ എന്നാണ് വേൾഡ് ഗോൾഡ് കൗൺസിൽ പറയുന്നത്. അതേസമയം അമേരിക്കൻ ജിയോളജിക്കൽ സർവേ പറയുന്നത് 64,000 ടൺ ഉണ്ടെന്നാണ്. തീർച്ചയായിട്ടും ഓരോ വർഷവും 3,650 ടൺ മൈൻ ചെയ്തെടുക്കുമ്പോൾ ഗോൾഡ് റിസർവ്, പ്രൂവൻ റിസർവ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടുത്ത വർഷങ്ങളിൽ ഇത്തരത്തിലുള്ളൊരു റിഡക്ഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഫ്രാൻസിയൊക്കെ ഗോൾഡ് പ്രൈസിൽ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ ഗോൾഡ് ETF റെക്കോർഡ് ഇൻഫ്ലോ ആണ് ഗോൾഡ് ETF വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലും റെക്കോർഡാണ്. ഏകദേശം 62.4 ടണ്ണ് നമ്മൾ ഗോൾഡ് ETF ഹോൾഡ് ചെയ്യുന്നത്. ഇപ്പോൾ $6 ബില്യൺ ഇന്ത്യയിലത്തെ ഇൻവെസ്റ്റേഴ്സ് ഗോൾഡ് ETF ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗോൾഡിനെ സംബന്ധിച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു $3,000 പെർ ഔൺസ്, അല്ലെങ്കിൽ ബാങ്ക് ഓഫ് അമേരിക്ക, അതുപോലെ തന്നെ മറ്റ് റിസർച്ച് ഹൗസുകൾ പറയുന്ന പോലെ ഇയറൻഡോട് കൂടിയിട്ട്, ഈ കലണ്ടർ ഇയറൻഡോട് കൂടിയിട്ട് ഒരു വർഷം $3,300-$3,500 പെർ ഔൺസ് ഒക്കെ വരുമെന്ന് പറയുന്നുണ്ട്. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് വലിയ രീതിയിൽ വഷളാവുക, അതുപോലെ തന്നെ ട്രംപിൻ്റെ ഇമ്പാക്റ്റ് വലിയ രീതിയിൽ ഡോളറിനെ വീക്കൻ ചെയ്യുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ വീണ്ടും ഗോൾഡ് നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും പോർട്ട്ഫോളിയോയിൽ 10% നിങ്ങളുടെ പോർട്ട്ഫോളിയോ അലോക്കേഷനിൽ ഗോൾഡിന് വേണ്ടി മാറ്റി വയ്ക്കണമെന്നാണ് എൻ്റെ ഒരു സജഷൻ. ഇതൊക്കെയാണ് ജനറൽ ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ്. ഇനി നമ്മൾ കമ്പനി ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ, കമ്പനി സ്പെസിഫിക് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ L&Tക്ക് ആരാംകോയിൽ നിന്ന് $1.5 ബില്യൺ ഒരു ഓർഡറും കൂടി ലഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അവർ ഓർഡർ ബുക്ക് പറയുന്നത് 5.46 ട്രില്യൺ റുപ്പീസിൻ്റെ ഓർഡർ ഉണ്ടെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും L&Tനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസാണ്. ഇനി വേൾഡ് കപ്പ് 2034 സൗദി അറേബ്യയിൽ വരികയാണ്. അപ്പോൾ സൗദി അറേബ്യയിൽ നിന്ന് വീണ്ടും വലിയ രീതിയിലുള്ള ഓർഡർ ഇൻഫ്ലോസ് വരാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ഇലക്ട്രോണിക് എക്സ്പോർട്സ് നോക്കുകയാണെങ്കിൽ 2.5 ലക്ഷം കോടിയായിട്ട് കഴിഞ്ഞ 10 മാസത്തെ കണക്കെടുക്കുകയാണെങ്കിൽ 2.5 ലക്ഷം കോടിയായിട്ട് ഉയർന്നിരിക്കുകയാണ്. കഴിഞ്ഞ ഇയർ ഇതേ ടൈം ഫ്രെയിം നോക്കുകയാണെങ്കിൽ 1.55 ലക്ഷം കോടിയായിരുന്നു. ഇതിൽ 60% സ്മാർട്ട് ഫോണുകളാണ്. ആ സ്മാർട്ട് ഫോണുകളിൽ ആപ്പിൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ടിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇന്ത്യൻ
എക്കണോമി റിലേറ്റഡ് ന്യൂസാണ്. അതുപോലെ തന്നെ മറ്റ് കമ്പനി റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ വേദാന്ത ലിമിറ്റഡ്, വേദാന്ത ഓൾറെഡി ഡീമർജർ പ്രോസസ്സിലാണ്. ഒരു ഷെയർ ഉള്ളത് 5 ഷെയറായിട്ട് മാറും. 5 കമ്പനികൾ, അതായത് 100 ഷെയറുള്ള ആൾക്ക് 5 കമ്പനികളിൽ 100 ഷെയർ വീതം ലഭിക്കുകയാണ്. അതോടൊപ്പം തന്നെ വേദാന്തയ്ക്ക് ഡയമണ്ട് ബ്ലോക്കും കൂടി അലോക്കേഷൻ കിട്ടിയിരിക്കുകയാണ് മധ്യപ്രദേശിൽ നിന്ന്. തീർച്ചയായിട്ടും വേദാന്തനെ സംബന്ധിച്ച് ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉണ്ട്. ഒപ്പം അടുത്ത വർഷങ്ങളിൽ അലുമിനിയം പ്രൈസ് മുന്നേറാൻ പോവുകയാണ്. അതുപോലെ തന്നെ വേദാന്ത സൗദി അറേബ്യയിൽ പ്ലാന്റുകൾ തുടങ്ങാൻ പോകുന്നു. അതുപോലെ തന്നെ ഡീമർജർ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇത്തരത്തിലുള്ള സ്പെഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് വേദാന്തനെ സംബന്ധിച്ച് ഡീമർജർ ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസാണ്. സ്നൈഡർ ഇലക്ട്രിക് ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഡാറ്റാ സെൻറ്റർ ബിസിനസ്സിലൊക്കെ കൂളിംഗ് സൊല്യൂഷൻസ്, ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള കൂളിംഗ് സൊല്യൂഷൻസ് കൊണ്ടുവന്നിട്ടുള്ള ഒരു കമ്പനിയാണ്. റീസെൻ്റ് ആയിട്ട് ഗ്ലോബലി ഡാറ്റാ സെൻറ്ററുകളിലെ കൂളിംഗ് സൊല്യൂഷൻസിൻ്റെ ഓർഡറൊക്കെ ഏറ്റവും കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് സ്നൈഡർ ഇലക്ട്രിക്കിലാണ്. സ്നൈഡർ ഇലക്ട്രിക് ഇന്ത്യയിൽ ഇപ്പോൾ ഓൾറെഡി 31 മാനുഫാക്ചറിങ് യൂണിറ്റുകളുണ്ട്. 3 യൂണിറ്റുകളും കൂടി തുടങ്ങുകയാണ്. അപ്പോൾ ഈ ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ സ്നൈഡർ ഇലക്ട്രിക്കിനെ സംബന്ധിച്ചും പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസാണ്. അതോടൊപ്പം തന്നെ ഗ്രാന്യൂൾസ് ഇന്ത്യ പുതിയൊരു അക്വിസിഷൻ നടത്തിയിരിക്കുകയാണ്. സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ളൊരു കമ്പനിയാണ്. സെൻ കെമിക്കൽസ് എന്ന് പറയുന്നൊരു കമ്പനിയാണ്. കോൺട്രാക്ട് ഡെവലപ്മെൻറ്റ് ആൻഡ് മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ രംഗത്തുള്ളൊരു കമ്പനിയാണ്. ഈ കമ്പനീനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും വാല്യുവേഷൻ നോക്കുകയാണെങ്കിലും വളരെ റീസണബിൾ വാല്യുവേഷനാണ്. ഈ അക്വിസിഷനും ഈ കമ്പനീനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ PVC സ്പെഷ്യാലിറ്റി കെമിക്കൽ രംഗത്തുള്ളൊരു കമ്പനിയാണ് എപ്പിഗ്രാൽ ലിമിറ്റഡ്. എക്സലൻറ്റ് ക്വാർട്ടർ റിസൾട്ട് ആയിരുന്നു. അതോടൊപ്പം തന്നെ കപ്പാസിറ്റി റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന, എക്സ്പാൻഷൻ റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസാണ്. അതോടൊപ്പം തന്നെ ആക്സൺ എഞ്ചിനീയറിംഗ് ടാറ്റ പ്രൊജക്റ്റിൻ്റെ സബ്സിഡിയറിയാണ്. കേരളത്തിലൊരു ഷിപ്പ് ബിൽഡിംഗ് തുടങ്ങാൻ പോവുകയാണ്, കമ്പനി തുടങ്ങാൻ പോവുകയാണ്. മലബാർ സിമെൻറ്റ്സ് ആയിട്ടുള്ളൊരു ടൈപ്പിലാണ്. അപ്പോൾ ആക്സൺ എഞ്ചിനീയറിംഗിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 3.69 കോടി മാത്രമാണ് ഇതിൻ്റെ ഇക്വിറ്റി ക്യാപിറ്റലുള്ളൂ. 1 രൂപയാണ് ഫേസ് വാല്യൂ. 75% ഹോൾഡ് ചെയ്യുന്നത് ടാറ്റ പ്രൊജക്റ്റാണ്. അപ്പോൾ ടാറ്റയുടെ ഒരു കമ്പനിയും കൂടിയാണ് കേരളത്തിൽ ഷിപ്പ് ബിൽഡിംഗ് പ്ലാന്റ് തുടങ്ങുക എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ ആർട്സിനെ സംബന്ധിച്ച് പോസിറ്റീവ് ആയിട്ടുള്ളൊരു ന്യൂസ് തന്നെയാണ്. സിയറ്റ് ലിമിറ്റഡ് 100 രാജ്യങ്ങളിലേക്ക് ടയർ എക്സ്പോർട്ട് ചെയ്യുന്നൊരു കമ്പനിയാണ്. വലിയ രീതിയിലുള്ള അക്വിസിഷൻ ഇമ്മീഡിയറ്റ് ആയിട്ട് റീസെൻ്റായിട്ട് നടത്തിയിരുന്നു. ഓഫ് ഹൈവേ ടയറുകൾ ഉണ്ടാക്കുന്നൊരു കമ്പനിയാണ് അക്വയർ ചെയ്തിരിക്കുന്നത്. ഈ രംഗത്ത് 70:30, അതായത് 70% എക്സ്പോർട്ടിനും 30% ഡൊമസ്റ്റിക് ആയിട്ടുള്ള സെയിൽസാണ് ഇവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ധാരാളം ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസൊക്കെ ഉണ്ട് സിയറ്റ് ലിമിറ്റഡിന്. സിയറ്റ് ലിമിറ്റഡിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസാണ്. ICICI സെക്യൂരിറ്റീസിൻ്റെ റിസർച്ച് റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. Q3 റിസൾട്ടുകൾക്ക് ശേഷം അവർ നിഫ്റ്റി അതുപോലെ തന്നെ സെൻസെക്സ് ടാർജറ്റൊക്കെ റിവൈസ് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റി PE അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന 21 PE ആണ് ഈ ഓൺഗോയിങ് ഇയർ. അതുപോലെ തന്നെ ടാർജറ്റ് നിഫ്റ്റി എക്സ്പെക്റ്റ് ചെയ്യുന്ന 27,000 ആണ്. അതുപോലെ തന്നെ സെൻസസ് 90,000 ആണ്. ഇത് ICICI സെക്യൂരിറ്റീസിൻ്റെ ഒരു റിസർച്ച് റിപ്പോർട്ടാണ് നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഞാൻ തന്നിട്ടുള്ള ഒരു ന്യൂസാണ്. നമ്മുടെ പഴയ RBI ഗവർണർ ശക്തികാന്ത ദാസ് പ്രൈം മിനിസ്റ്റർ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് ചാർജ് എടുത്തിരിക്കുകയാണ്. അദ്ദേഹം വളരെ എഫിഷ്യൻ്റ് ആയിരുന്നു RBIയിൽ. ഇനി PMOയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് ചാർജ് എടുക്കുമ്പോൾ പല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസൊക്കെ വന്നേക്കാം. അതോടൊപ്പം തന്നെ സൊമാറ്റോ അതുപോലത്തെ ജിയോ ഫൈനാൻഷ്യൽ സർവീസസ് നിഫ്റ്റിയിലേക്ക് എൻട്രി ആണ് മാർച്ച് 28 തൊട്ട്. 124 സൊമാറ്റോയുടെ PE. അതുപോലെ തന്നെ ജിയോ ഫൈനാൻഷ്യൽ സർവീസസിൻ്റെ PE നോക്കുകയാണെങ്കിൽ 281 PE ഒക്കെയാണ്. അപ്പോൾ ഈ PE ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നിഫ്റ്റിയുടെ പ്രൈസ് ഏർണിംഗ് റേഷ്യോ ആവറേജ് വരുമ്പോൾ ഒരു ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഒരു കോറിലേഷൻ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സെൻസെക്സ് നിഫ്റ്റിയൊക്കെ ആയിട്ടുള്ള കോറിലേഷനിലൊക്കെ ചേഞ്ചസ് ഒക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ മാർച്ച് 28 മുതൽ സൊമാറ്റോ ജിയോ ഫൈനാൻഷ്യൽ സർവീസസൊക്കെ നിഫ്റ്റിയിലും കൂടി വരികയാണ്.
ഇനി നമ്മൾ മാർക്കറ്റ് റിയാക്ഷനിൽ മാർക്കറ്റ് വൊളാട്ടിലിറ്റിയിൽ എല്ലാവരും വളരെ ഡെസ്പറേറ്റ് ആണെന്നൊക്കെ അറിയാം. എന്നിരുന്നാലും നമ്മളെ സംബന്ധിച്ച് ധാരാളം ഓപ്പർച്യൂണിറ്റികളൊക്കെ മാർക്കറ്റ് താഴെ വരുമ്പോഴുണ്ട്. പ്രത്യേകിച്ച് ഗവൺമെൻറ് കഴിഞ്ഞ ബഡ്ജറ്റിൽ അനൗൺസ് ചെയ്തിട്ടുള്ള മെഷേഴ്സ് പോസിറ്റീവ്ലി ഇമ്പാക്റ്റ് ചെയ്യുന്ന പല സെക്ടർ സ്റ്റോക്കുകളുണ്ട്. പ്രത്യേകിച്ച് ഇൻഷുറൻസ് രംഗത്തുള്ള സ്റ്റോക്കുകൾ. ആ രംഗത്തുള്ള സ്റ്റോക്കുകളൊക്കെ നോക്കുകയാണെങ്കിൽ SBI ലൈഫ് ഒരു പ്രോമിനൻ്റ് സ്റ്റോക്കാണ്. അതുപോലെ തന്നെ ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് രംഗത്തുള്ള സ്റ്റോക്കുകളൊക്കെ ഉണ്ട്. അംബർ എൻ്റർപ്രൈസസ്, ഇപാക്, അതുപോലെ സെർമ, SGS, ഒപ്പം ഹിൻഡാൽകോ. ട്രംപിൻ്റെ താരിഫിൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് കിട്ടുന്ന ഒരു കമ്പനിയാണ് ഹിൻഡാൽകോ. അതുപോലെ തന്നെ JSW സ്റ്റീൽ, ഒപ്പം നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ, റെലിഗേർ, ഡാബറാണ് പുതിയ പ്രൊമോട്ടർ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്നു ഈ സ്റ്റോക്ക് നല്ല രീതിയിൽ മുന്നേറിയിട്ടുണ്ട് വെള്ളിയാഴ്ച. പക്ഷേ ലോങ് റണ്ണിൽ ഡാബറിൻ്റെ പ്രസൻസ് ഈ കമ്പനീനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഒപ്പം സുബ്രോസ് ഏപ്രിൽ 2025 മുതൽ എല്ലാ ട്രക്ക് ക്യാബിനുകളിലും AC മസ്റ്റാണ്. സെക്കൻഡ് ഹാൻഡ് വണ്ടി ആയാലും AC മസ്റ്റാണ്. സുബ്രോസിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതുപോലെ തന്നെ റീസെൻ്റായിട്ട് ഒരു അക്വിസിഷൻ നടത്തിയുള്ള ഗബ്രിയേൽ ഇന്ത്യ സസ്പെൻഷൻ രംഗത്തുള്ള കമ്പനിയാണ്. പോസിറ്റീവായിട്ട് ന്യൂസ് ഫ്ലോസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നതെല്ലാം. ഒപ്പം ഹെൽത്ത് കെയർ രംഗത്ത്, ടെലികോം രംഗത്തുള്ള കമ്പനികളെ കുറിച്ചൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് പോസിറ്റീവാണ്. അപ്പോൾ മാർക്കറ്റ് റിയാക്ഷനിൽ താഴെ വരുമ്പോൾ ഇത്തരത്തിലുള്ള സെക്ടറുകളിൽ നിന്ന് നല്ല സ്റ്റോക്കുകൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ വാങ്ങുന്നത് നന്നായിരിക്കാം. ഇനി നമ്മൾ ഓവറോൾ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ നിഫ്റ്റിയുടെയും സെൻസസിൻ്റെ ഒക്കെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി പീക്ക് ലെവലിൽ നിന്ന് 13.25% ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്, താഴെ ക്ലോസ് ചെയ്യുന്നത്. വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സെൻസസ് നോക്കുകയാണെങ്കിൽ പീക്കിൽ നിന്ന് 12.41%. നെക്സ്റ്റ് നിഫ്റ്റി 50 നോക്കുകയാണെങ്കിൽ 22.4% താഴെയാണ്. ഇതൊരു പക്ഷേ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിൽ വന്നിട്ടുള്ള ഇടിവിനേക്കാളും വലിയൊരു ഇടിവാണ്. ലാർജ് ക്യാപ്പ് ഓഹരികളുടെ ഒരു ഇൻഡെക്സാണ് നെക്സ്റ്റ് നിഫ്റ്റി പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അപ്പോൾ ലാർജ് ക്യാപ്പ് ഓഹരികൾ നല്ല രീതിയിൽ താഴെ വന്നിരിക്കുന്നു. സ്മോൾ ക്യാപ്പിനേക്കാളും നല്ല രീതിയിൽ താഴെ വന്നിരിക്കുകയാണ്. അത് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ നെക്സ്റ്റ് നിഫ്റ്റിയും അതുപോലെ തന്നെ നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 250 ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് 50 22.4%. അതുപോലെ തന്നെ നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 250 ഇൻഡെക്സ് 21.43% താഴെയുള്ള പീക്കിൽ നിന്ന്. ഒപ്പം നമ്മൾ നിഫ്റ്റി മിഡ് ക്യാപ്പ് ഇൻഡെക്സ് 150 മിഡ് ക്യാപ്പ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ 17.03% താഴെയാണ് പീക്കിൽ നിന്ന്. നിഫ്റ്റി 500 നോക്കുകയാണെങ്കിൽ 15.8% താഴെയാണ്. അതുപോലെ തന്നെ BSE 500 നോക്കുകയാണെങ്കിൽ 15.49% താഴെയാണ്. അതുപോലെ തന്നെ നിഫ്റ്റിയുടെ ലാർജ് മിഡ് ക്യാപ്പ് 250 ഇൻഡെക്സ് ഉണ്ട്, 15.72% താഴെ വന്നിരിക്കുന്നത്. ഒപ്പം നമ്മൾ നിഫ്റ്റി 500 മൾട്ടി ക്യാപ്പ് ഇൻഡെക്സ് 50%, ലാർജ് ക്യാപ്പ് അതുപോലെ തന്നെ 25%, സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ 16.7% താഴെയാണ് പീക്കിൽ നിന്ന് വന്നിരിക്കുന്നത്. ഇതൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മാർക്കറ്റ് നിയറിൻ 20% എന്നാണ്. ഒരു മാർക്കറ്റ് ബെയറിഷ് ഫേസിലേക്ക് കടക്കുക എന്ന് പറയുന്ന 20% പീക്കിൽ നിന്ന് താഴെ ട്രേഡ് ചെയ്യുമ്പോഴാണ്. തീർച്ചയായിട്ടും നമ്മൾ നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഇൻഡെക്സും അതുപോലെ തന്നെ നെക്സ്റ്റ് 50 ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു ബെയറിഷ് ഫേസിലേക്ക് എൻട്രി ചെയ്തിരിക്കുകയാണ്. ഇനി ഗ്ലോബൽ മാർക്കറ്റുകളൊക്കെ വലിയ രീതിയിൽ നെഗറ്റീവ് ന്യൂസ് ലോസ് വന്ന് താഴെ വരികയാണെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാക്കിയേക്കാം നമ്മുടെ മാർക്കറ്റിലും. പക്ഷേ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ഒരു പക്ഷേ മൺഡേ വീക്ക് ഓപ്പണിംഗ് വന്നേക്കാം. അതിനുശേഷമൊക്കെ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ് കുറച്ചൊക്കെ ഒന്ന് കണ്ടിന്യൂ ചെയ്തേക്കാം. പക്ഷേ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു റിക്കവറിക്കുള്ള സാധ്യതകളാണ് മാർക്കറ്റിൽ കാണുന്നത്. സെലക്റ്റീവ് ആയിട്ടാണെങ്കിൽ പോലും റിക്കവറി വന്നേക്കാം. അപ്പം നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് ഓഹരികളൊക്കെ ഒരു പക്ഷേ ഒരു റിക്കവറി മോഡിലേക്ക് മാറാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. ഈ ആഴ്ചയും നല്ല വൊളാറ്റിലിറ്റി ഒക്കെ നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം. അതേസമയം ഒരു ഡിപ്പ് ബൈയിങ് നല്ല സ്റ്റോക്കുകളിൽ, ഫണ്ടമെൻ്റലി സ്ട്രോങ് സ്റ്റോക്കുകളിൽ, അതുപോലെ തന്നെ Q3 റിസൾട്ടുകൾ നല്ല റിസൾട്ട് കാഴ്ചവെച്ചുള്ള സ്റ്റോക്കുകളിലൊക്കെ ഒരു ഡിപ്പ് ബൈയും കാണാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റിംഗ് വീക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീക്കിലി പോഡ്കാസ്റ്റ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.